الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവലോക നിയന്താവായ രക്ഷിതാവായ പരമദയാലുവായ പടച്ചതമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും രഹസ്യ പരസ്യ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏത് സമയവും ഇറങ്ങേണ്ട അല്ലെങ്കിൽ മടങ്ങിപ്പോകേണ്ട ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഉള്ളത്. അത് എങ്ങനെയാണ്, എവിടെ വെച്ചാണ്, ഏത് രൂപത്തിലാണ് എന്നൊന്നും നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പന, ആ മടങ്ങിപ്പോക്കിന്റെ രംഗത്തെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് അള്ളാഹു പറഞ്ഞത് വളരെ ഗൗരവത്തിലാണ്. വത്തഖൂ വത്തഖൂ എന്നാൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നത് പോലെ സൂക്ഷിക്കണം. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ثم توفى كل نفس ما كسبت وهم لا يظلمون. പിന്നീട് തുവഫ, അള്ളാഹു പൂർത്തീകരിച്ചു തരും. കുല്ലു നഫ്സിൻ മാ കസബത്ത്, ഓരോ നഫ്സും എന്താണോ സമ്പാദിച്ചത് ആ സമ്പാദ്യത്തിന്റെ കണക്ക് നോക്കി ഓരോരുത്തർക്കും അള്ളാഹു പൂർത്തീകരിച്ചു തരും. വഹും ലാ യുദ്ലമൂൻ, അവരാരും തന്നെ ആക്രമിക്കപ്പെടുകയില്ല, അനീതിക്ക് ഇരയാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് സമയത്തും മടങ്ങി പോകേണ്ട ഒരു യാത്രയിലാണ്, അല്ലെങ്കിൽ എവിടെ വെച്ചും ഇറങ്ങേണ്ട ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളുള്ളത്. നമുക്കറിയില്ല എപ്പോഴാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഒരു നഫ്സിനും തന്നെ അറിയില്ല അടുത്ത നിമിഷം ഞാൻ എന്ത് സമ്പാദിക്കുമെന്ന് പോലും ഒരാൾക്കും അറിയില്ല. അടുത്ത നിമിഷം എന്റെ മരണമുണ്ടോ എന്ന് പോലും, ഏത് ഭൂമിയിൽ വെച്ചാണ് ഞാൻ മരണപ്പെടുക എന്ന് പോലും ഒരാൾക്കും അറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ,
ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള പടച്ചതമ്പുരാൻ ആ അല്ലാഹുവാണ് അലീം. നമ്മളെപ്പറ്റി, നമ്മളേത് ഭൂമിയിൽ വെച്ച് മരിക്കണം, എവിടെ ജനിക്കണം, എങ്ങനെയാകണം എന്നതിനെ സംബന്ധിച്ച് അറിയുന്ന റബ്ബ് അലീമാണ്, ഖബീറാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. നിങ്ങൾ എവിടേക്ക് പോകുന്നുവോ, എവിടെ വെച്ച് നിങ്ങളുടെ റൂഹിനെ എടുക്കണമോ, എവിടെ വെച്ചാ അത് കൊണ്ടുപോകേണ്ടത് എന്നെല്ലാം സൂക്ഷ്മമായി അറിയുന്നത് റബ്ബാണ്. ആ റബ്ബ് പറയാണ്, വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ചാണ് നിങ്ങൾ മരണപ്പെടുക എന്ന് പോലും നമുക്കാർക്കും അറിയില്ല. അല്ലേ? ഇന്നലെ എത്ര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് 241 പേര് വിദേശ രാജ്യത്തേക്ക് പോയത്. എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും. ഓരോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ആ വീട്ടിലുള്ള ആളുകൾ കണ്ട സ്വപ്നം എത്രയാ, പോകുന്ന ആളുകൾ കണ്ട സ്വപ്നം എത്രയാ. ആ സ്വപ്നങ്ങളെയൊക്കെ അവർക്ക് വിട പറഞ്ഞുകൊണ്ട് അവരൊക്കെ റബ്ബിലേക്ക് യാത്രയായി. യാത്ര അവസാനിപ്പിച്ചു. അല്ലാഹു ആ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വല്ലാത്ത ഒരു പ്രയാസമാണ് ആ വാർത്ത കേട്ടപ്പോൾ നമുക്കുണ്ടായത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയില്ല നമ്മള് എവിടെ വെച്ച് മരിക്കും എന്നതിനെ സംബന്ധിച്ച് ഏത് സമയവും നമ്മുടെ സമയം പോലും നമുക്കറിയില്ല. അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ, ആശുപത്രിയിലാണോ വീട്ടിലാണോ? ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹൽ സതമൂതു ഫിസ് സബാ ഫിൽ മസാ ഫിൽ ലൈലി വഫീ വസ്തുൻ നഹാർ. പകലിന്റെ മധ്യത്തിലാണോ, അവസാനത്തിലാണോ, ആദ്യത്തിലാണോ, വലത്തോട്ടാണോ, ഇടത്തോട്ടാണോ, ഏത് ഗ്രാമത്തിൽ വെച്ചാണ്, പട്ടണത്തിൽ വെച്ചാണ്, ഏതൊരു ആശുപത്രിയിൽ വെച്ചാണ്, ലാ തദ്രി മതാ തമൂത്. എപ്പോഴാണ് നമ്മുടെ മരണം, ഏത് ഭൂമിയിലാണ് എന്നൊന്നും നമുക്കറിയില്ല. ഉറപ്പാ. പിന്നെ അതിന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. നമ്മുടെ അവധി എത്തിക്കഴിഞ്ഞാൽ ഫഇദാ ജാഅ അജലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. പടച്ചതമ്പുരാൻ പറയാണ്, ഒരാൾക്ക് അയാളുടെ അവധി എത്തിക്കഴിഞ്ഞ ആ സമയമില്ലല്ലോ, ആ സമയത്തിന്റെ എന്തെങ്കിലും ഒരു മൈക്രോ സെക്കൻഡ് പോലും ഒന്ന് ചിന്തിക്കുവാനോ ഒന്ന് മുന്തിക്കുവാനോ അല്ലാഹു റെഡിയല്ല. ഏത് സമയത്താണോ നിശ്ചയിച്ചിരിക്കുന്നത് ആ സമയത്ത് തന്നെ അതിന്റെ ആളുകൾ വന്ന് എടുത്തു കൊണ്ടുപോകും. മലക്കുൽ മൗത്ത് നമ്മുടെ നേരെ വന്ന് നിൽക്കും. അങ്ങനത്തെ ഒരു യാത്രയിലാണ് നമ്മള്. ആ യാത്രയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവിടെ തിരിച്ചെത്തിയിട്ട് ഇന്നതൊക്കെ എടുക്കാണ്ടായിട്ടോ, ഇന്നതൊക്കെ ശേഖരിച്ചു വെക്കേണ്ടിട്ടോ എന്ന് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അവിടെ എത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ തെണ്ടി ഉണ്ടാക്കാൻ സമയമല്ല. അവിടെ അതിന് സമ്മതിക്കുന്നില്ല. വായ്പയില്ല, കൂട്ടുകാരില്ല, എല്ലാ സൗകര്യങ്ങളും നോക്കി, നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഒപ്പിക്കുവാനുള്ള ഇടം അവിടെയില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. അവിടെ എത്തിയാൽ തുടക്കം, ആ മടക്കത്തിന്റെ തുടക്കം തന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മടക്കത്തിന്റെ സന്ദർഭത്തിൽ ഓരോ മനുഷ്യരും പറയും, യൗമ യഫിറുൽ മർഉ മിൻ അഖീ. അവന്റെ കൂട്ടുകാരിൽ നിന്ന് വേർപെട്ടു പോകുന്ന ദിവസമാണ്. അവന്റെ ഉമ്മയിൽ നിന്ന്, അവന്റെ അപ്പാപ്പയിൽ നിന്ന്, അവന്റെ ഏറ്റവും കൂടെ ഉണ്ടായിരുന്ന അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ ഭാര്യയിൽ നിന്ന്, ഭർത്താവിൽ നിന്ന്, അവന്റെ കുട്ടികളിൽ നിന്ന്, ആ ആളുകളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോകുമ്പോ അവിടെ എത്തുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങൾ തന്നെ എമ്പാടും ഉണ്ടാകും. ഓരോരുത്തർക്കും നോക്കാനുണ്ടാവും. അവിടെ എത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് കൊണ്ടുവരാനോ വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഏത് നിമിഷവും തീരുന്ന ഒരു യാത്രയില്ല ആണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ യാത്രക്ക് വേണ്ട പാതയെ നമ്മൾ കരുതണ്ടേ. നാളെ ആവാം, അല്ലെ അടുത്ത് കഴിഞ്ഞിട്ടൊന്ന് നന്നാവാ, അല്ലെങ്കിൽ അടുത്ത നിസ്കാരം ഒന്ന് റെഡിയാക്കാം, ഇപ്പൊ ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ചാൽ മതിയോ? അറിയില്ല. അടുത്ത അസറി നമസ്കാരം എനിക്ക് കിട്ടുമോ എന്നറിയില്ല.
അടുത്ത ഒരു ജുമാ ഖുത്ബ നിർവഹിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടാകുമോ എന്നറിയില്ല. ഒരു ഖുത്ബ കേൾക്കുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുമോ എന്നറിയില്ല. ഇത് നമ്മുടെ അവസാനത്തെ ഖുത്ബയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുശൂ ലഭിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതാണല്ലോ, നിങ്ങൾ നിർവഹിക്കുന്നത് അവസാനത്തെ നിർവഹണമാണ് എന്ന് വെക്കുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇത് അവസാനത്താണെങ്കിൽ നമ്മൾ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ഓരോരുത്തരും ചിന്തിക്കുക. ഇത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. എന്താപ്പോ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ എന്റെ കയ്യിൽ ഇപ്പൊ എന്താ ഉള്ളത്? ഹജ്ജിന് പോകുന്ന യാത്രയിലാണ് ഇത് പറഞ്ഞത്. ഹജ്ജിന് പോകുന്ന ആള് തിരിച്ചെത്തോന്ന് അറിയില്ല. അതുകൊണ്ടാ പാതയമൊരുക്കിക്കോ, തഖ്വയുടെ പാതയമാണ് ഏറ്റവും നല്ല പാതയമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രവുമല്ല, യാത്രയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ? യാത്രയെ പറ്റി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്സഫറു ഖിതഅതുൻ മിനൽ അദാബ്. സുബ്ഹാനല്ലാഹ്, എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് എപ്പോഴും വിദേശത്തൊക്കെ യാത്ര പോകും. സഹോദരങ്ങളെ, ഈ യാത്ര എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അസ്സഫറു ഖിതഅതുൻ മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷയുടെ ഒരു ഭാഗം, ഒരു അദാബിന്റെ ഒരു കഷ്ണാണ് എന്നാണ്. അവന്റെ യാത്രയിൽ അവന്റെ ഉറക്കം നഷ്ടമാകുന്നു, അവന്റെ ഭക്ഷണം നഷ്ടമാകുന്നു, അവന്റെ പാനീയങ്ങൾ നഷ്ടമാകുന്നു. അങ്ങനെ പരീക്ഷണമുള്ളതാ യാത്ര. അതുകൊണ്ട് യാത്രയെ അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാ ആ യാത്രയെ സംബന്ധിച്ച് പ്രവാചകനിൽ നിന്ന് കിട്ടൊരു അതുണ്ട്. അദ്ദേഹത്തോട് പറയാണ്, ഖബ്ബാബിനോട് നബി പറയാണ്, ഈ ലോകത്ത് നീ ജീവിക്കുമ്പോ നീ ഒരു യാത്രികൻ ജീവിക്കുന്നത് പോലെ, യാത്ര എന്ന് പറയുന്നത് തന്നെ പ്രയാസമാണ്, ആ യാത്രക്കാരൻ ജീവിക്കുന്നത് പോലെ അങ്ങനെ നീ ജീവിക്കണം. ആ യാത്രക്കാരന് എന്തൊരു പാതേയമാണോ വേണ്ടത് അത് സംഭരിച്ചു വെക്കുന്നത് പോലെ നീ സംഭരിച്ചു വെക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ടാ അള്ളാഹുവിന്റെ റസൂലിന്റെയും സഹാബത്തിന്റെയും ഒക്കെ സംസാരത്തിൽ ഈ ഒരു യാത്രക്കുള്ള, തിരിച്ചുപോക്കിന്റെ യാത്രക്കുള്ള സംസാരങ്ങളാ ഏതൊരു സംസാരം അവസാനിപ്പിക്കുമ്പോഴുണ്ടായ അവരെന്ത് സംസാരിച്ചു കഴിഞ്ഞാലും അതിന് ദുനിയാവ് ഉത്തരവുള്ളൂ, നാളെ പോണ്ടല്ലേ എന്ന് ഒരു സംസാരത്തിലാ കൺക്ലൂഡ്. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുള്ള പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഉറങ്ങാണ്. എവിടെയാണ്? അലാ ഹസീനിൻ, ഒരു ഈത്തപ്പനയുടെ ഓലയിലാണ്. ഫഖാമ ഫഖദ അസറ അലാ ജബ്ബിഹി ഫഖുൽനാ യാ റസൂലല്ലാഹ് ലൗ ഇത്തഖദ്നാ ലക ബിതാഅൻ, ഞങ്ങൾ ഇങ്ങക്ക് ഒരു തലയണ അല്ലെങ്കിൽ ഒരു ബെഡ് അതുപോലെ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രവാചകന്റെ പുറത്തെ പാടുകൾ കണ്ടപ്പോ ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അള്ളാന്റെ റസൂൽ പറയാണ്, സംസാരം അവസാനിപ്പിക്കുന്ന അങ്ങനെ. ഞാനും ദുനിയാവും എന്ത് ബന്ധം? ഈ ദുനിയാവിൽ ഒരു വഴിയാത്രികൻ മാത്രമാണ്, ഒരു മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്ന ഒരു വഴിയാത്രികൻ. ആ വിശ്രമം കഴിഞ്ഞാൽ ഞാൻ അതങ്ങ് ഒഴിവാക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് അബ്ദുല്ലാഹിബ്നു ഉമറിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അബ്ദുല്ലാഹിബിന്റെ തോളില് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിമൻകിബൈഹി, തോളില് കൈവച്ചിട്ട് പറയാണ്, കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ് ഔ ഗാദിർ സബീൽ. അബ്ദുള്ള ഇബ്നു ഉമർ പറയാണ്, നീ എന്ത് ചെയ്യണം? ദുനിയാവിൽ നീ ജീവിക്കുമ്പോൾ ഒരു യാത്രികൻ, അല്ല ഒരു വിദേശി, എപ്പോഴും എവിടേക്കോ പോകാനുള്ള ഒരു വിദേശി, മടങ്ങി വരേണ്ട നിൽക്കുന്ന ഒരു വിദേശിയെ പോലെ നീ കഴിഞ്ഞോ എന്ന് ഇബ്നു ഉമറിനോട് പറഞ്ഞപ്പോ ഇബ്നു ഉമർ പറയാണ്, ഈ വസിയ്യത്തിന്റെ വകാന ഇബ്നു ഉമർ യഖൂലു ഇദാ അംസൈത ഫലാ തൻദർ ഫലാ തൻതദിർ സബാഹ്. ഈ വസിയ്യത്ത് കേട്ട അന്ന് മുതൽ ഇബ്നു ഉമർ പറയാ, ഈ വസിയ്യത്തിൽ ഞാൻ ആകൃഷ്ടനായിട്ട് ഞാൻ ഇങ്ങനെ പറയും, യഖൂലു ഇദാ അംസൈത ഫലാ തൻതദിർ സബാഹ്. വൈകുന്നേരമായി കഴിഞ്ഞാൽ രാവിലെയാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കാറില്ല. എന്റെ അവസാനത്തെ വൈകുന്നേരം
അതുപോലെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഞാൻ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിബ്നു ഉമർ പറയാണ്, അതുകൊണ്ട് രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം കൊണ്ട് നീ നേടിയെടുത്തോ, മരണത്തിന് മുമ്പുള്ള ജീവിതം കൊണ്ട് നീ നേടിയെടുത്തോ എന്ന് പറയാറുണ്ടായിരുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ബോധം നമുക്കും വേണം. നമ്മൾ ഈ ബോധത്തിലായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. സഹാബത്തിനും പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കൊന്നും ഈ ബോധം ഉള്ളത് കൊണ്ട് അവർക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ഒരു തടസ്സമല്ല. ഞാൻ ബിസിനസ്സുകാരനാണ്, അല്ലെ ഞാൻ ജോലിക്കാരനാണ്, അല്ലെ ഞാൻ ഇങ്ങനൊക്കെ കുറെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് ടൈമില്ല എന്ന് പറഞ്ഞ് അവർ ഇബാദത്തിൽ നിന്ന്, ഈ പാതയെ ഒരുക്കുന്നതിൽ നിന്ന് അവരാരും മടി കാണിച്ചില്ല. വിശുദ്ധ ഖുർആൻ മദീനയിലുള്ള ആ സഹോദരങ്ങളെ സംബന്ധിച്ച്, പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന മുഹാജിറുകളെ സംബന്ധിച്ച്, അൻസാറുകളെ സംബന്ധിച്ച് പറയാണ്. അല്ലാഹുവിന്റെ ആയത്തിറങ്ങുകയാണ്, റിജാലുൻ ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സ്വലാത്തി വഇതാഇസ് സകാത്തി യഖാഫൂന യൗമൻ തതകല്ലമു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. മദീനയിലുണ്ടായിരുന്ന ആളുകളെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു പ്രവാചകനായി തിരക്കുകയാണ്. റിജാലുൻ, ഒരു കൂട്ടരുണ്ടല്ലോ, ലാ തുൽഹിഹിം തിജാറത്തുൻ വലാ ബൈഉ, തിജാറത്തും ബിസിനസ്സും ഉണ്ട്, ബൈഉം കച്ചവടവും. നല്ല ബിസിനസ്സാണ്. ഈ ബിസിനസ്സും കച്ചവടമൊന്നും ഇവരെ അശ്രദ്ധമാക്കിയിട്ടില്ല. ഏതിനെ തൊട്ട്? അന്തിക്കില്ല. കാരണം ദിക്റുള്ള പാതയമാണ്, ദിക്റുള്ള പാതയമാണ്. അതുപോലെ നമസ്കാരം നിർവഹിക്കുക, ഇബാദത്ത് നിർവഹിക്കുക എന്നത് അവരുടെ പാതയമാണ്. അതിനെ തൊട്ട് അവർ അശ്രദ്ധമല്ല. സകാത്ത് കൊടുക്കുന്നതിൽ നിന്നും അശ്രദ്ധമല്ല. അവർക്കുള്ള പേടി എന്താ? ഈ യാത്ര കഴിഞ്ഞ് ചെല്ലേണ്ട സ്ഥലമുണ്ടല്ലോ, ഹൃദയവും കണ്ണുമൊക്കെ മറിഞ്ഞു പോകുന്ന, അന്തം വിട്ടുപോകുന്ന ദിവസമാണ്. ആ ദിവസത്തെ ഭയന്നുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യാത്ര എന്ന് പറഞ്ഞു ഒരു മിനൽ അദാബായതുകൊണ്ട് ഇതിനെ ഓർക്കുന്ന സഹാബത്തൊക്കെ, ആ സഹാബത്ത് യാത്ര തുടങ്ങുമ്പോൾ തന്നെ ആ ബോധത്തിലാണ് ഇറങ്ങുക. നമ്മളോട് ഇറങ്ങാൻ പറഞ്ഞ അങ്ങനെ നോക്കി. വീട്ടിൽ നമ്മളെങ്ങനെ ഇറങ്ങുക? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ തന്നെ പറഞ്ഞ് ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ, നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മളറിയാം, ഒന്നും എനിക്ക് കഴിയില്ല, അള്ളാഹുവേ നീയാണ് എല്ലാത്തിനും, നിന്നെ ബലമേൽപ്പിക്കാൻ എല്ലാ കഴിവും നിനക്കാണ്, എനിക്കൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന വാഹനം വരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്ന് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിയുന്നില്ലെങ്കിൽ എന്താ കഥ? നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ, ഞങ്ങൾക്ക് നീയാണ് കീഴ്പ്പെടുത്തി തന്നത്. ബോധം നോക്കി മടങ്ങിപ്പോകേണ്ടവന്റെ ബോധമാണ് അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. മാത്രമല്ല നമ്മൾ ആ യാത്രയിൽ ചെല്ലുന്ന പ്രാർത്ഥന നോക്കി നമ്മൾ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ هذا البر والتقوى ومن العمل ما ترضى اللهم هون علينا سفرنا هذا واطب عنا بعدا اللهم أنت صاحب السفر والخليفة في الأهل اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنكر في المال والأهل. ഇതിനൊക്കെ ഈ പ്രാർത്ഥനയുടെ ഓരോ വാചകങ്ങളിലും കഴിഞ്ഞ് എപ്പോഴാന്നറിയില്ല, ഏത് വാഹനത്തിലാന്നറിയില്ല, ഒക്കെ റബ്ബേ എന്നെ ഏൽപ്പിച്ചു പോവാണ്. എന്റെ കുടുംബം, എന്റെ ധനം, എന്റെ മക്കൾ എല്ലാം റബ്ബേ ഇതിനെ ഏൽപ്പിച്ചുവാണ്. ഈ യാത്ര അങ്ങനെ വിഷമകരമായ, ക്ലേശത്തോടെ ദുഃഖകരമായ കാഴ്ചകളിൽ നിന്നൊക്കെ അതിനൊക്കെ രക്ഷപ്പെടുത്തി അല്ലാഹുവേ എന്നെ ഇന്നാലിന്ന സ്ഥലത്തെത്തിക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാണ്. അതാണ് നമ്മൾ ആരും വിചാരിക്കുന്നില്ല. എന്റെ നിയന്ത്രണത്തിൽ ഞാൻ വിചാരിച്ചെത്തും, എനിക്ക് അവിടെ കിട്ടും എന്നൊന്നും നമുക്ക് പ്രതീക്ഷിച്ചിട്ടില്ല. പടച്ച തമ്പുരാനിൽ തവക്കുൽ ചെയ്ത പോലെ നമ്മൾ ആലോചിക്കും. അങ്ങനെ ഒരു ബോധം പോലും പല യാത്രകളിലില്ല സഹോദരങ്ങളെ. അങ്ങനെ ഒരു ബോധം പലപ്പോഴും നമ്മൾ വിമാനയാത്രയിൽ ഈ പ്രാർത്ഥന നമ്മളെല്ലാവരും ചിന്തിക്കും. കാരണം വിമാനത്തിൽ കയറുമ്പോൾ ഒരു പ്രത്യേക പേടിയാണ്.
എന്നാൽ നമ്മൾ ആദ്യം ചോദിക്കി, നമ്മുടെ കയറുന്ന ബൈക്കിൽ കയറുന്ന സമയത്തും വേണ്ടേ പ്രാർത്ഥന, കാറിൽ കയറുന്ന സമയത്തും വേണ്ടേ പ്രാർത്ഥന, നമ്മൾ കയറുന്ന ബസ്സിൽ കയറുന്ന സമയത്തും വേണ്ടേ പ്രാർത്ഥന? എല്ലാ സമയത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ച് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമ്മൾ പോകണം. അങ്ങനെ തവക്കുൽ ചെയ്ത് പോകുമ്പോ എന്ത് അപകടം പറ്റിയാലും അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് അള്ളാഹു സ്വർഗ്ഗാണ് നൽകുന്നത്. മാത്രമല്ല ഇബ്ലീസ് അല്ലെ പിശാചുക്കൾ വരെ തോറ്റു പോകുന്നു. പ്രവാചകൻ പറയാ, അനസ് റളിയല്ലാഹു പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ ഖറജ الرجل من بيته فقال بسم الله توكلت على الله لا حول ولا قوة إلا بالله قال يقال حينئذ هديت وكفيت ووقيت فتتنحى له الشيطان فيقول له الشيطان آخر كيف لك برجل قد هدي وكفي ووقي. നോക്കി, പ്രവാചകൻ അനസ് റളിയല്ലാഹു പറയാണ്, നബി പറയാണ്, വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങുമ്പോ ലാ ഹൗല വലാ ഖുവത ഇല്ല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ അത് ഉച്ചരിച്ചു കഴിഞ്ഞാൽ പറയപ്പെടുന്നത് നീ മതിയായവനാണ്. ആ സന്ദർഭത്തിൽ അവനോട് പറയപ്പെടും, നീ ഇതിന് മതിയായവനാണ്, നീ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിശാച് മറ്റൊരു പിശാചിനോട് അപ്പം പറയും, ഇങ്ങനെ അവനോട് എല്ലാ നിലക്കും അവനെ സംരക്ഷിച്ച് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അയാൾക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവും. അങ്ങനെ രക്ഷയുള്ള ഒരാളെ കാണുന്ന സന്ദർഭത്തിൽ ശൈത്താൻ അടുത്ത ശൈത്താനോട് പറയും, എങ്ങനെ നിനക്ക് വഴി തെറ്റിക്കാൻ കഴിയും? സന്മാർഗം പ്രാപിച്ച എല്ലാ നിലക്കും പ്രാപ്തനായ, എല്ലാ നിലക്കും സംരക്ഷിക്കപ്പെട്ട ഒരാളെ എങ്ങനെ നിനക്ക് വഴി തെറ്റിക്കാൻ കഴിയും? നോക്കൂ, അള്ളാഹുവിന്റെ സംരക്ഷണമാണ് ഈ പ്രാർത്ഥനയിലൂടെ ഈ മനുഷ്യൻ നേടിയെടുത്ത് നടത്തും. പക്ഷെ എന്ത് ചെയ്യും? ഒന്ന് അതിൽ കയറി നിന്നിട്ട് ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ, പിന്നെ ആ പ്രാർത്ഥന, വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥന എത്ര ആൾ ചെല്ലുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മളങ്ങ് ചില ആളുകൾ വണ്ടിയിൽ തന്നെ അൽഹംദുലില്ലാ, ഇന്നത്തെ ആധുനിക സംവിധാനം ഉപയോഗിച്ച് വണ്ടി ഡോർ തുറക്കുമ്പോ തന്നെ ആ പ്രാർത്ഥന അൽഹംദുലില്ലാ മതി, ഓർമ്മിച്ചാൽ മതി. പക്ഷെ നോക്ക്, എല്ലാ സൗകര്യം ഉണ്ടായിട്ട് അല്ലാഹുവിനെ ഓർക്കാൻ, ബിസ്മില്ല ചൊല്ലാൻ, ഇരുന്ന് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ എന്ന് പറയാൻ, പിന്നെ വാഹനം ഒന്നോ സ്റ്റാർട്ടാക്കുന്ന സമയത്ത് സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പ്രാർത്ഥിക്കാൻ, അല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ആണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനം കിട്ടണ്ടേ? അതുകൊണ്ട് യാത്ര എന്ന് പറഞ്ഞാൽ ഇത്രമേൽ പ്രയാസകരമായ ഒന്നായതുകൊണ്ട് അള്ളാഹു പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് പടച്ചോനെ സംരക്ഷണം. അല്ലെങ്കിൽ നമ്മുടെ ഈ യാത്ര ഏത് സമയത്തും നമ്മളെ വിളിച്ചു കൊണ്ടുപോകുന്ന ആ മലക്കുൽ മൗത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് നമ്മൾ പോകല്ല, മറിച്ച് അടുത്തടുത്ത് വരികയാണ്. ആ മരണത്തിൽ നിന്ന് നമ്മളിങ്ങനെ ഓടുകയാണ്. അവൻ നമ്മളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. പിന്നെ ദൃശ്യവും അദൃശ്യവും അറിയുന്ന ഒരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ചെയ്തത് മുഴുവൻ കാണിച്ചു തരുന്ന ഒരു ദിവസത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോ ആര് എങ്ങനെ ഓടിയിട്ടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കാർക്കും ഇതിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇത് എന്ന ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ട്. പക്ഷേ ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു ഒരുക്കം നമുക്ക് പലപ്പോഴും മറന്നു പോകുന്നു. ദുനിയാവിന്റെ തിരക്കിലോ അതിന്റെ ഓട്ടത്തിലോ നമ്മൾ മറക്കുകയാണ്. ഇങ്ങനെയൊക്കെ അപകടങ്ങൾ കാണുമ്പോൾ നമ്മളൊന്ന് ഓർക്കുക, എനിക്കും അടുത്ത നിമിഷം ഇതേപോലെ എവിടെയോ വെച്ചൊന്ന് അവസാനിക്കേണ്ട ഒരു യാത്രയില്ല. പക്ഷെ ഞാൻ പുറപ്പെടുന്ന സമയത്ത് ചെല്ലിയോ, ഈ സമയത്ത് ഇപ്പൊ അൽഹംദുലില്ലാ യാത്ര സുഖകരമായി പോകുന്നു, അൽഹംദുലില്ലാ ശുക്ർ രേഖപ്പെടുത്തിയോ? യാത്ര എവിടെയാണോ ഇറങ്ങുന്നത് ആ ഇറങ്ങുന്ന സ്ഥലത്ത് നമ്മോട് അല്ലാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞു, എല്ലാ ഷർറിൽ നിന്നും നമ്മൾ അള്ളാഹുവിന്റെ കലിമാത്തുകളെ കൊണ്ട് രക്ഷ തേടാൻ പറഞ്ഞു. ഇറങ്ങുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചോ ദിക്റുണ്ടോ ഓർത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുന്നോട്ട് പോവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ.
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം പരിശുദ്ധവും പരിപൂർണവുമാക്കി തീർക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചകന്റെ സഹാബിമാരിൽപ്പെട്ട ദഖാഖ് റഹ്മഹുള്ള പറയാണ്, ഈ മരണചിന്ത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അവൻ ആദരിക്കപ്പെടും എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. മരണചിന്ത ഒരാളുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ മരിക്കുമെന്നത് ഉറപ്പാണ്. അപ്പൊ ആ ചിന്തയുമായി ആസ്വാദനങ്ങളെ മുഴുവൻ ഇല്ലാതാക്കി കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കുക എന്ന് എഴുതി പറഞ്ഞു. അത് ഓർക്കുന്ന മനുഷ്യൻ, അങ്ങനെ ഒരാളുടെ ആ ഒരു സ്വഭാവം, നല്ല സ്വഭാവം, എപ്പോഴും മരണത്തിന് വേണ്ടി സന്നദ്ധനായി നിൽക്കുന്ന ഒരാൾ, അയാൾക്ക് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു അയാൾ ആദരിക്കും. ഒന്ന്, അയാൾക്ക് തൗബയിലേക്ക് ധൃതി കൊടുക്കും. അയാൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോ പഠിച്ചോനെ കണ്ണോണ്ട് വിചാരം കൊണ്ട് എങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞ് നിരന്തരം തൗബ ചെയ്യുന്ന ഒരവസ്ഥ അയാൾക്ക് ഉണ്ടാവും. രണ്ട്, എത്ര റിസ്ക് കുറഞ്ഞാലും അള്ളാഹു ചില സമയത്ത് റിസ്ക്, ചില ആൾക്കാരുടെ റിസ്ക് എന്ത് ചെയ്യും, അള്ള പിടിച്ചു നോക്കാനാണ്. അങ്ങനെ എത്ര റിസ്ക് കുറഞ്ഞാലും മനസ്സംതൃപ്തി അയാൾക്ക് ഭയങ്കര. അൽഹംദുലില്ലാ ഇതുണ്ടല്ലോ, അൽഹംദുലില്ലാ, ആ അൽഹംദുലില്ലാ കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് നിറക്കും. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആദരവ്. മൂന്നാമത്, അദ്ദേഹം ഇബാദത്തിന് വേണ്ടി ഒരു നമസ്കാരത്തിന്റെ വിളി കേട്ടാൽ നല്ല തിരക്കുള്ള സമയമാണെങ്കിലും മതി, വിവാദത്തിന് അടുത്ത നിസ്കാരാണ്, എന്താ റബ്ബിനോട് പറയാനുള്ള സന്ദർഭമാണ് എന്ന് പറഞ്ഞു അതിനു വേണ്ടി ധൃതിപ്പെടുന്ന ഒരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാവും. ആർക്ക്? ഈ മരണത്തിന്റെ ചിന്ത ധാരാളമുള്ള ആൾക്ക്. എന്നാൽ മരണത്തിന്റെ ചിന്ത കുറവുള്ള ആളെ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു ശിക്ഷിക്കപ്പെടും. ഒന്ന്, നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്, തൗബ അങ്ങനെ ഒഴിവാകും. അതിങ്ങനെ പ്രാർത്ഥിക്കും, ചെയ്ത തെറ്റിനെ സംബന്ധിച്ച് അതിനെപ്പറ്റിയുള്ള ഒരു ബോധ്യം, ഞാനിപ്പോ ചെയ്ത ഈ തെറ്റുകളെ സംബന്ധിച്ചുള്ള ഒരു ബോധ്യം, അത് വിലയിരുത്തി എണ്ണി റബ്ബിന്റെ അതിങ്ങനെ ഒന്ന് നിർവഹിച്ച് അങ്ങനെ പോകും. തൗബയെ സംബന്ധിച്ചുള്ള ബോധം പോലും ഉണ്ടാവില്ല. മനസ്സംതൃപ്തി എന്ന് പറഞ്ഞ സംഗതിയേ ഉണ്ടാവില്ല. പിന്നെയോ ഇബാദത്തിന് വല്ലാത്ത മടുപ്പ് അനുഭവിക്കും. ഇതാരാ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്, സഹാബി രേഖപ്പെടുത്തിയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായാണ് ഈ കാര്യങ്ങൾ ആക്കേണ്ടത്. മറ്റോലേക്ക് ചൂണ്ടല്ല, അവനവനിലേക്കൊന്ന് ചൂണ്ടി നോക്കുക. ഇബാദത്തിന് മടുപ്പ് വരുന്നുണ്ടോ? ഉള്ളിൽ ഒരു ഇത്ര കിട്ടിയിട്ടും മതിയാകുന്നില്ലേ? അള്ളാഹിലേക്ക് തിരിച്ചു പോകണം, ഞാനിപ്പോഴുള്ള വഴി ഏതാണെന്ന് നോക്കിയിട്ട് അല്ല, ഇത് തെറ്റായ ഒരു വഴിയാണല്ലോ, തിരിച്ചു നടക്കാണല്ലോ, തൗബുണ്ടല്ലോ, ആ മടക്കം അത് വരുന്നില്ലേ? നമ്മൾ ഓർക്കുക, നമുക്ക് ദുനിയാവുമായുള്ള ബന്ധമായിരിക്കും മുന്തല്. അതുകൊണ്ട് ഒരു നല്ല ഒരു യാത്ര ചെയ്ത് അവസാനം അതിന്റെ പരിസമാപ്തി ഏറ്റവും നന്നായി തീരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ യാത്രയുടെ പരിസമാപ്തിയിൽ ഞാൻ എന്തായിത്തീരണം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യത്തിൽ ഇപ്പം കിട്ടിയ അവസരങ്ങളെ നമ്മൾ ധാരാളമായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, നല്ല ഒരു പര്യവസാനം ആഖിബത്തുൽ മുത്തഖീങ്ങളുടെ പര്യവസാനം ഏറ്റവും നന്നായിരിക്കുമെന്ന് അള്ളാഹു സൂചിപ്പിച്ചതാണ്. അള്ളാഹു അത്തരം നല്ല ഒരു പര്യവസാനത്തെ ഞങ്ങളെല്ലാം നീ എത്തിക്കണേ റഹ്മാനെ. അള്ളാഹു എല്ലാ നിലക്കും ഖൈറും ബർക്കത്തും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാം നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനായ നാഥ. ഞങ്ങളുടെ കണ്ണുകൊണ്ട് മനസ്സുകൊണ്ട് എല്ലാ നിലക്കും പാപങ്ങളിലാണ് പലപ്പോഴും ഞങ്ങൾ ഉള്ളത്. അള്ളാഹുവേ, നീ പൊറുക്കുന്നവനാണ്, നീ കാരുണ്യം ചൊരിയുന്നവനാണ്. പൊറുക്കുന്നവരിൽ ഏറ്റവും വലിയ പൊറുക്കുന്ന റഹ്മാനായ നാഥ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏതൊരു സാഹചര്യത്തിൽ മരണപ്പെടുകയാണെങ്കിലും, ഏത് നടുറോട്ടിലാണെങ്കിലും, വിമാനത്തിലാണെങ്കിലും, ജീവണ്ടിയിലാണെങ്കിലും, എവിടെയാണ് ഞങ്ങളുടെ റൂഹ് എടുക്കുക എന്ന് ഞങ്ങൾക്കറിയില്ല. എവിടെ
എവിടെയാണെങ്കിലും അല്ലാഹുവേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ബോധപൂർവ്വം ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാസൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ ഭാര്യമാരിലൂടെ, ഞങ്ങളുടെ കൂട്ടു കുടുംബാംഗങ്ങളിലൂടെ, ആദർശ ബന്ധുക്കളിലൂടെ ഞങ്ങൾക്ക് നീ കൺകൊടുമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വീട്ടിൽ നിന്നിറങ്ങിയ യാത്രക്കാരാണ് ഞങ്ങൾ എല്ലാവരും. അല്ലാഹുവേ നിന്റെ പരീക്ഷണത്തിലാണ് ഞങ്ങൾ എല്ലാവരും. അല്ലാഹുവേ ഞങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ച് വീടുകളിൽ മടങ്ങിയെത്താനുള്ള തൗഫീഖിനെ ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ ഹജ്ജിന് വേണ്ടി പോയ സഹോദരങ്ങൾ അൽഹംദുലില്ലാ വളരെ സുഖകരമായ ഹജ്ജ് ഈ വർഷം നിർവഹിച്ചു കഴിഞ്ഞു. തിരിച്ച് നാട്ടിലെത്താനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ അവരിൽ നിന്ന് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജാക്കി ആ ഹജ്ജിനെ നീ മാറ്റി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന നല്ല ഉദ്ദേശങ്ങളെ നീ പൂർത്തീകരിച്ച് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നിന്റെ സ്വർഗീയമായ ആരാമത്തിൽ ആ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുന്ന ആളുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ കഠിനമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ എല്ലാം നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أستغفر الله لي ولكم.